ഹലോ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് DS കിച്ചണിൽ ഒരു 3 തരം ഷെയ്ക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് കാണാം. ഇപ്പം ഞാനിതാ ആദ്യം തന്നെ അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. അതിത് മുറിച്ചെടുക്കാം. മുറിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പൾപ്പെല്ലാം സ്പൂണ് കൊണ്ട് എടുക്കണം. ഇപ്പം നല്ലതുപോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് സ്പൂണ് കൊണ്ട് എടുക്കാം. ഞാനിത് വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അവക്കാഡോ മുഴുവനായും ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറുപഴമാണ്. അതും കൂടി ഇട്ട് അതിലേക്ക് ഒരു 3 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പാല ഒഴിക്കേണ്ടതെങ്കിൽ അങ്ങനെ ഒഴിച്ച് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ച് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ ഷേക്ക് റെഡിയായി. ഇനി അടുത്തത് ഒരു ഇളനീർ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇളനീരെടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇളനീരെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട്. അതിന് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇളനീരിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൾപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുപഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് മധുരം ഇടാതെ അടിച്ചെടുക്കുന്നത്. എല്ലാത്തിനും അതുപോലെ തന്നെ ഷെയ്ക്കിനെല്ലാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഇളനീർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത ഷേക്ക് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി മുറിച്ചതാണ്. പിന്നെ ഒരു 5 അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അതങ്ങനെ ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ക്യാരറ്റെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ഒരു ജാറിലിട്ട് പാകത്തിന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. 3 ഷേക്കിലും പാൽ ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ചെറുപഴം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം. മധുരം ആവശ്യത്തിനല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. മധുരം കുറച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് പാലൊഴിച്ചിട്ട് അടിക്കണമെങ്കിൽ 3 ഷേക്ക് ഉണ്ടാക്കുമ്പോൾ പാലൊഴിച്ചിട്ട് അടിക്കാം. ഞാനിപ്പം വെള്ളം ചേർക്കുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള 3 ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.